കനത്ത നാശം സൃഷ്ടിച്ച് കോതമംഗലത്ത് വേനൽ മഴയും കാറ്റും. താലൂക്കിലെ വിവിധയിടങ്ങളിൽ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും നാശം സംഭവിച്ചു. മരങ്ങൾ വീണതുമൂലം തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം മണിക്കൂറുകൾക്ക് ശേഷവും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. വേനൽ മഴയിലും കാറ്റിലുമുണ്ടായ ചെറുതും വലുതുമായ നാശനഷ്ടങ്ങൾ നിരവധിയാണ്. എന്നാൽ കർഷകന്റെ നട്ടലൊടിക്കുന്ന വിധത്തിൽ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നത് ഏറെ ദൗർഭാഗ്യകരമാണ്. ചൊവ്വാഴ്ച വൈകിട്ട് വീശിയടിച്ച കാറ്റിൽ ആയക്കാട് 8-ാം വാർഡ് നിവാസി പുല്ലാട്ട് ജി സന്തോഷിന്റെ 15 ജാതിമരങ്ങളാണ് ഒരുമിച്ച് പിഴുതെറിയപ്പെട്ടത്. കൊടുങ്കാറ്റിന് സമാനമായ കാറ്റിൽ ജാതിമരങ്ങൾ വേരുൾപ്പെടെ മണ്ണിന് മുകളിൽ വരുന്ന വിധം പിഴുതെറിയപ്പെട്ടു. കായ്ഫലമുള്ള 15 ജാതിമരങ്ങളാണ് നശിച്ചത്. അതും 40 വർഷത്തോളം വളർച്ചയെത്തിയവ. പ്രതിവർഷം 1.25 ലക്ഷം രൂപ വരുമാനമാണ് ഇവയിൽ നിന്നും ലഭിച്ചിരുന്നത്. കാറ്റ് മൂലമുണ്ടായ നാശനഷ്ടമാണ് ഈ കാണുന്നത്. എൻ്റേതാണ് ഒരു 10-15 ജാതിമരങ്ങൾ കടപുഴി വീണു. ഒരു വർഷത്തിൽ 1.5 ലക്ഷം രൂപ വരുമാനം ലഭിക്കണേ. ജാതിമരങ്ങൾ നഷ്ടപ്പെട്ടങ്ങനെ. വേറെ പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കൃഷി കൊണ്ടും കാര്യങ്ങളൊക്കെ ജീവിക്കേണ്ട മനുഷ്യനാണ്. ഇന്നലത്തെ കാറ്റിൽ നാശനഷ്ടങ്ങൾ കണ്ടമാനം ഉണ്ടായിട്ടുണ്ട്. 10-15 ജാതി. ഒരു വർഷം എനിക്ക് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും ചുരുങ്ങിയ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ്. കർഷകരെ കാറ്റ് ചതിച്ചപ്പോൾ 8-ാം വാർഡ് നിവാസിയായ വിഷ്ണു തമ്പാനെ ചതിച്ചത് സ്വന്തം അയൽക്കാരനാണ്. അതും ആഞ്ഞിലി മരത്തിന്റെ രൂപത്തിൽ. തന്റെ വീടിനോട് ചേർന്ന അയൽക്കാരന്റെ വീട്ടുവളപ്പിൽ നിന്നിരുന്ന ആഞ്ഞിലി മരം വെട്ടിമാറ്റാൻ പലയാവർത്തി വിഷ്ണു ആവശ്യപ്പെട്ടെങ്കിലും അയൽവാസി ആവശ്യം നിരസിച്ചില്ല. അതേസമയം വെട്ടിമാറ്റുകയും ചെയ്തില്ല. ഒടുവിൽ ശക്തമായ കാറ്റിൽ വിഷ്ണുവിന്റെ വീടിന് മുകളിലേക്ക് മരം വീണു. വീടിന്റെ ട്രസ് വർക്ക് ചെയ്ത മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വാട്ടർ ടാങ്ക് പൊട്ടി വെള്ളം വീടിനുള്ളിലേക്ക് ഒഴുകി പരന്നു. സോളാർ പാനലുകൾ നശിച്ചു. ആ കാറ്റിലും മഴയിലും ഈ മേളിൽ നമ്മുടെ ചെമ്പക്കോട്ടുകുടിയിലെ സിപ്പി പൗലോസിൻ്റെ മോൻ ഈ ബിനുവിൻ്റെ മോൻ ഞങ്ങൾ നേരത്തെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ഒരു അംഗൻവാടി ഇവിടെ 10-20 പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളുടെ മേളിലേക്ക് ഇവിടെ ഈ റബ്ബറിൻ്റെ മരത്തിൽ നിന്ന് വീണുകൊണ്ടിരുന്നതും കമ്പുകളും കാര്യങ്ങളും ഈ സോളാർ ഓൾറെഡി ഡാമേജ് ചെയ്യാമെന്നും പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നതാണ്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ അതിശക്തമായിട്ട് കാറ്റ്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന നാശനഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂഫ് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് പോയി. സോളാർ ഏകദേശം ഒരു 5 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വന്നേക്കുന്നുണ്ട്. അത് മുഴുവൻ പോയി. വാട്ടർ ടാങ്ക് മുഴുവനും പോയി. സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ടായിരുന്നു, അതും കംപ്ലീറ്റ് ആയിട്ട് എല്ലാം നശിച്ചു പോയി. ഇപ്പോൾ ഇതുവരെയായിട്ട് ഇത് ഇവിടുന്ന് മുകളിൽ നിന്ന് മാറ്റാനായിട്ട് സാധിച്ചിട്ടില്ല. അത് സാധാരണ മരം വെട്ടാരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇത് ക്രെയിൻ വരാതെ അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഓണറുമായിട്ട് ഓൾറെഡി ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഈ ഒരു ക്ലിയറായിട്ടുള്ള ഒരു മറുപടി നമുക്ക് തന്നിട്ടില്ല. ഇതിലെന്ത് നഷ്ടപരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചൊരു മറുപടി വന്നിട്ടില്ല. പിണ്ടിമന പഞ്ചായത്തിലെ ഏതാനും ദിവസങ്ങളായി നടക്കുന്ന പ്രകൃതിക്ഷോഭം മൂലമുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് അംഗം ടി.എ. ഷൗക്കത്ത് അലി ഇങ്ങനെ പറയുന്നു. ഇന്നലെ വൈകുന്നേരം പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൻ്റെ 8-ാം വാർഡ് 9-ാം വാർഡിൻ്റെ ഒരു പകുതി പ്രദേശം എന്നീ സ്ഥലങ്ങളിൽ അതിശക്തമായ കാറ്റും മഴയും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ തന്നെ ഒരു 15ഓളം വീടുകളിൽ മരങ്ങൾ മറിഞ്ഞു വീഴുകയും അതിനോടനുബന്ധിച്ച് വീടുകളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അതുപോലെ ജാതി ഏകദേശം ഒരു വീട്ടിൽ തന്നെ 25ഓളം ജാതി മരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു വരുമാന മാർഗമായിരുന്നു. ഒരു വർഷം ഏകദേശം 1.5 ലക്ഷം രൂപയോളം വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന 25ഓളം ജാതി കടപുഴകി വീണിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക് പോസ്റ്റുകളാണെങ്കിലും ഏകദേശം ഒരു 15ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ ഈ 8-ാം വാർഡിൽ തന്നെ ഒടിഞ്ഞ് ലൈൻ കമ്പികളൊക്കെ പൊട്ടി ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്. അത് ശരിക്കും ഇലക്ട്രിസിറ്റി ആണെങ്കിലും വളരെ കാര്യക്ഷമമായി അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം ഇന്ന് വൈകുന്നേരം നാളെയൊക്കെ ആയിട്ട് എല്ലാ പ്രദേശങ്ങളിലും കറണ്ട് കിട്ടേണ്ടതാണ്. അതിനുള്ള പരിശ്രമത്തിലാണ് അവർ. അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്താണെങ്കിലും കൃഷി ഭവൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കൃഷി ഓഫീസറാണെങ്കിലും വന്ന് ഈ വന്ന നാശനഷ്ടങ്ങളും കൃഷിയോടനുബന്ധിച്ചുണ്ടായ നഷ്ടങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുന്നതിന് കൃഷി ഓഫീസർ രാവിലെ എത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും അവർ സന്ദർശിക്കുന്നുണ്ട്. ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് ഈ ഒരു 1.5 മാസത്തിനിടയ്ക്ക് ഇതുപോലൊരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത്. മഴ കാരണം കാര്യമായ നാശനഷ്ടങ്ങളില്ല. എന്നാൽ മഴയോടൊപ്പം എത്തുന്ന കാറ്റ് സർവനാശം വിതയ്ക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.